പാതിരാത്രി സമയം എവിടെ പോകാമെന്നല്ലേ? നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. ബാംഗ്ലൂരിലുള്ള ലാസ്റ്റ് നൈറ്റാണെന്ന്. നമുക്ക് നാളെ ഈവനിങ് നമ്മൾ ഇവിടുന്ന് പോവും. കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ആയപ്പോഴത്തേനും ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫിനെ എല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ റെഡിയായി ഇറങ്ങി വന്നപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും, ഞാനും അമ്മയും ചിഞ്ചുവും കാർത്തിയും കൺമണി എല്ലാം ബ്ലാക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത്, ലാസ്റ്റ് ഇയർ വന്നപ്പോൾ നമ്മൾ ഇവരെയും കൊണ്ട് പോയത് തമാക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. ഇപ്രാവശ്യം കറങ്ങി അവിടെ തന്നെ വന്നിരുന്നു. പിന്നെ ഈ കാണുന്ന ഷൂസും ഈ ബ്ലാക്ക് ഡ്രസ്സും ഒക്കെ അനിയത്തി വാങ്ങിയതാണ്. നമ്മൾ സാധാരണ കൺമണി നമ്മൾ ഷൂവും സോക്സും ഒന്നും ഇടാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ എന്തോ പറ്റിയെന്നറിയില്ല, അവൾ ഊരി കളയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ അകത്ത് കയറി നമ്മൾ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. നന്ദുവും കാർത്തിമോനും ഒക്കെ ബൈക്കിലാണ് വന്നത്. അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അകത്ത് വന്നപ്പോഴും സ്ഥലമൊന്നുമില്ല. അങ്ങനെ പിന്നെ നമുക്ക് അവർ ടേബിളും ചെയറും എല്ലാം നമുക്ക് അകത്ത് അവർ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ കുറച്ച് നേരം ഫുഡ് എന്ത് വേണം, പുതിയ എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യണം എന്നൊക്കെ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന് എപ്പോഴും ഉള്ളതാണ്. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും നമ്മൾ മെനുവിനകത്തൂടെ എല്ലാം ഓടി നടന്ന് ഇങ്ങനെ ചെതറി പറക്കി നോക്കും. എന്നിട്ട് അവസാനം വന്നിട്ട് നമ്മുടെ സ്ഥിരം ഫ്രൈഡ് റൈസ്, അതല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി, ഏതെങ്കിലും ബിരിയാണിയിൽ വന്നിക്കും. പൊറോട്ട ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി. എന്താണെന്ന് എനിക്കറിയത്തില്ല. പൊറോട്ട കഴിക്കാൻ എനിക്കിപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പൊറോട്ടയിലോട്ട് പോകാറില്ല. അപ്പം നന്ദു ഉച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ബിരിയാണി കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. കാരണം അവനും വലിയ വിശപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓർഡർ ചെയ്തത് ഈ ഒരു പ്ലേറ്റ് ഷവർമ്മയാണ്. അവൻ മാത്രമല്ല, കാർത്തിമോനും ഷവർമ്മ. അവന് പിന്നെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഷവർമ്മ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂർ ബാക്കിയൊക്കെ അടിപൊളിയാണ്, വെതർ അടിപൊളി, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഷവർമ്മ മാത്രം മോന് ഇഷ്ടപ്പെട്ടില്ല. പത്തനാപുരത്ത് അപ്പൂപ്പ വാങ്ങിച്ചിരുന്ന ഷവർമ്മ തന്നെയാണ് ഏറ്റവും നല്ലത്, കോലൺ ബേക്കറിയിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ടയും ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഈ സാധനങ്ങളൊക്കെ വന്നു. എല്ലാവരും കഴിച്ചു. കൺമണി അപ്പോഴത്തേനും നല്ല ഉറക്കത്തിലായി. അതിനുശേഷം ബില്ലൊക്കെ വന്നു. നമ്മൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും നമുക്ക് കാറിൽ സ്പേസും കുറവാണ്. പിന്നെ നന്ദുവിൻ്റെ കൂടെ ബൈക്കിലും പോകണമല്ലോ, കാർത്തിമോൻ. അങ്ങനെ അവർ രണ്ടുപേരും ബൈക്കിൽ വന്നോളാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ബലൂൺസ് ഒക്കെ കടന്നു. അതൊക്കെ വാരി പറക്കിക്കൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇറങ്ങി വന്നപ്പോൾ നന്ദുവിനോട് പറഞ്ഞു, ചേച്ചി ബാഗ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാമെന്ന്. അപ്പോൾ എനിക്ക് ഈ ഒരു മോഡൽ ബാഗുകളാണ് ഇഷ്ടം. ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഓൺലൈൻ വാങ്ങിയ ബാഗാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബാഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാനിപ്പോൾ എൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ അങ്ങനെ നന്ദുവും കാർത്തിമോനും വർത്താനമൊക്കെ പറഞ്ഞ് ബലൂണൊക്കെ പിടിച്ച് ബൈക്കിൽ വരാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോയി. അപ്പോൾ ഈ വർഷത്തെ ബാംഗ്ലൂർ വെക്കേഷൻ അങ്ങനെ നമ്മൾ തീരുകയാണ്. നമ്മളും കൺമണിയെ കൊണ്ട് കാറിൽ കയറി ചെന്നിട്ടിനി നാളത്തേനുള്ള കുറേ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേനും രണ്ടാൾക്കാർ ഇങ്ങനെ ബൈക്കിൽ ചീറി പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദൂട്ടൻ എൻ്റെ ബ്രദറാണ്. അപ്പോൾ നമുക്ക് ഇവരൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, സീ യു.